പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 4ാമത്തെ ചാപ്റ്ററായ കെമിസ്ട്രി ഓഫ് ചേഞ്ചസിലെ ലെറ്റസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് നടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ചസ് ഇൻ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് occur during the following situation. താഴെ കുറച്ച് സിറ്റുവേഷൻസ് നൽകിയിരിക്കുന്നു. അതിലെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിനുണ്ടാകുന്ന ചേഞ്ച് ഏതാണ്? ഓരോ സിറ്റുവേഷനിലും പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിനുണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ എന്താണ്? സോളിഡ് ചേഞ്ച് ടു ലിക്വിഡ്. നമുക്കറിയാം സോളിഡ് ലിക്വിഡായി മാറുമ്പോൾ സോളിഡിൽ പ്രത്യേകത എന്താണ്? പാർട്ടിക്കിൾസ് അടുത്തടുത്തായിട്ടാണ് കാണുന്നത് അല്ലേ? അപ്പോൾ അത് ലിക്വിഡായി മാറുമ്പോൾ പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യും? കുറച്ച് ഡിസ്റ്റൻസ് വരും. അപ്പോൾ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഇൻക്രീസസ് അല്ലേ? പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അകലം ഇൻക്രീസ് ചെയ്താൽ അതിൻ്റെ മൂവ്മെൻറ്റും എന്തായിരിക്കും? ദെയർ മൂവ്മെൻറ്റ് ഓൾസോ ഇൻക്രീസസ്. അവരുടെ മൂവ്മെൻറ്റും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടുമാണ് പോയിന്റ് ആയിട്ട് എഴുതേണ്ടത്. ഇനി സെക്കൻഡ് വൺ, ബി, ലിക്വിഡ് ചേഞ്ചസ് ടു ഗ്യാസ്. നമുക്കറിയാം ലിക്വിഡ് ഗ്യാസ് ആയിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ലിക്വിഡിനേക്കാളും ഫ്രീ ആയിരിക്കും അവിടെ, ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും അവിടെ ഗ്യാസിൽ. അപ്പോൾ അവരുടെ മൂവ്മെൻറ്റും എങ്ങനെയായിരിക്കും? ഹൈ സ്പീഡായിരിക്കും അല്ലേ? നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെയും എന്ത് തന്നെയാണ്? സെയിം പോയിന്റ് തന്നെയാണ് എഴുതേണ്ടത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഇൻക്രീസസ് അല്ലേ? പാർട്ടിക്കിൾസിന് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ ദെയർ മൂവ്മെൻറ്റ് ഇൻക്രീസസ്. അവയുടെ മൂവ്മെൻറ്റും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇനി സി നോക്കാം. ഗ്യാസ് ചേഞ്ച് ടു ലിക്വിഡ്. ഗ്യാസ് ലിക്വിഡായിട്ട് ചേഞ്ച് ചെയ്യും. നമുക്ക് ലിക്വിഡിനേക്കാളും ഇത് കൂടുതലാണ് ഇവിടെ ഗ്യാസിൽ. അപ്പോൾ ഈ ഗ്യാസാണ് എന്തായിട്ട് മാറുന്നത്? ലിക്വിഡായിട്ട് മാറുന്നത്. അപ്പോൾ ഗ്യാസ് ലിക്വിഡായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഡിക്രീസസ്. അപ്പോൾ ഡിസ്റ്റൻസ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തും കുറയും? മൂവ്മെൻറ്റ് ഓൾസോ എന്ത് ചെയ്യും? കുറയും. മൂവ്മെൻറ്റ് ഓൾസോ ഡിക്രീസസ്. ഡിസ്റ്റൻസ് കുറയുമ്പോൾ മൂവ്മെൻറ്റും അല്ലേ? പാർട്ടിക്കിൾസിൻ്റെ ഡിസ്റ്റൻസ് കുറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് മൂവ് ചെയ്യാനുള്ളത് ഇതും സ്പേസും കുറയും. മൂവ്മെൻറ്റ് ഓൾസോ ഡിക്രീസസ്. ഇത്രയാണ് പോയിന്റ്സ് എഴുതേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ മെയിൻ ഫോം ഓഫ് എനർജി ലിബറേറ്റഡ് അബ്സോർബ് ഡ്യൂറിങ് ദ ഗിവൻ റിയാക്ഷൻസ്? റൈറ്റ് ദ ടൈപ്പ് ഓഫ് ഈച്ച് ദീസ് കെമിക്കൽ റിയാക്ഷൻ. താഴെ കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്? റൈറ്റ് ദ ടൈപ്പ് ഓഫ് ഈച്ച് ദീസ് കെമിക്കൽ റിയാക്ഷൻ. ഈ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഏത് ടൈപ്പാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ്, അമോണിയം ക്ലോറൈഡ് ആൻഡ് ബേരിയം ഹൈഡ്രോക്സൈഡ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഹീറ്റ് എനർജി എന്ത് ചെയ്യാണ്? അബ്സോർബ് ചെയ്യണോ ലിബറേറ്റ് ചെയ്യണോ? ഹീറ്റ് എനർജി എന്ത് ചെയ്യാണ്? ഹീറ്റ് എനർജി ഇവിടെ അബ്സോർബ് ചെയ്യണം. ഹീറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ്. ഫസ്റ്റ് വൺ എന്താണ്? ഹീറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ്. ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നത് ഏതാണ്? ഇവിടെ ഏത് റിയാക്ഷനാണ്? തെർമോ കെമിക്കൽ റിയാക്ഷനാണ്. തെർമോ കെമിക്കൽ റിയാക്ഷനാണ്. സെക്കൻഡ് വൺ, കോട്ടിംഗ് ആൻഡ് അയൺ ബാങ്കിൾ വിത്ത് കോപ്പർ. അയൺ ബാങ്കിളിൽ നമ്മൾ കോപ്പർ വെച്ചിട്ട് കോട്ടിംഗ് ആൻഡ് അയൺ ബാങ്കിൾ വിത്ത് കോപ്പർ അല്ലേ? വളയിൽ കോപ്പർ കോട്ടിംഗ് ചെയ്യണം. കോട്ടിംഗ് ആൻഡ് അയൺ ബാങ്കിൾ വിത്ത് കോപ്പർ. അപ്പോൾ അത് ഏതാണ്? അത് ഇലക്ട്രിസിറ്റിയാണ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ബിയുടെ ആൻസർ എന്താണ്? ഇലക്ട്രിസിറ്റിയാണ് അബ്സോർബ് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി അബ്സോർബ്ഡ്. അപ്പോൾ ആ റിയാക്ഷനെ പറയുന്ന പേര് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. ഇനി നോക്കാം. മൂന്നാമത്തേതാണ്? മൂന്നാമത്തത് ഗ്ലോയിങ് ഓഫ് ഫയർഫ്ലൈ. ഇവിടെ എന്താണ്? സിയിൽ
ഫയർഫ്ലൈ ഗ്ലോയിങ് ഓഫ് ഫയർഫ്ലൈ ഗ്ലോ ചെയ്യുന്നത് ലൈറ്റ് ഈസ് എമിറ്റഡ് അല്ലേ? അവിടെ ലൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? എമിറ്റ് ചെയ്യുന്നത്. ലൈറ്റ് ഈസ് എമിറ്റഡ്. അപ്പോൾ അവിടെ നടക്കുന്നത് ഏതാണ്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആണ്. ഏതാണ്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. സി ഏതാണ്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ഇനി ഡി നോക്കാം. ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ഡീകമ്പോസിഷൻ. ഇവിടെ എന്താണ് നടക്കുന്നത്? ഡിയിൽ നടക്കുന്നത് ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്. ഹീറ്റ് എന്ത് ചെയ്യാണ്? അബ്സോർബ് ചെയ്യണം. ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്. അപ്പോൾ ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഏതാണ്? തെർമോ കെമിക്കൽ റിയാക്ഷൻ ആണ്. തെർമോ കെമിക്കൽ റിയാക്ഷൻ. തെർമോ കെമിക്കൽ റിയാക്ഷൻ. നെക്സ്റ്റ് ഈ ലൈറ്റനിങ് ആൻഡ് LED യൂസിങ് ലെമൺസിൽ LED ഉപയോഗിച്ചിട്ട് ലൈറ്റനിങ് ചെയ്യുന്നത് അല്ലേ? അത് ഏതാണ്? ഇവിടെ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? LED തെളിയണമെങ്കിൽ എന്താണ്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം അല്ലേ? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ്. ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ്. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹീറ്റ് സം ക്രിസ്റ്റൽസ് ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇൻ എ ഡ്രൈ ടെസ്റ്റ് ട്യൂബ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഡ്രൈ ടെസ്റ്റ് ട്യൂബിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ക്രിസ്റ്റൽസ് തരികൾ ഇട്ടിട്ട് ഹീറ്റ് ചെയ്യുന്നു അല്ലേ? ബ്രിങ് എ ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് നിയർ ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. ആ ടെസ്റ്റ് ട്യൂബിന്റെ മൗത്തിന്റെ അടുത്തേക്ക് നമ്മൾ എന്ത് കൊണ്ടുവരുന്നു? ഒരു ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്കിനെ കൊണ്ടുവരുന്നു. വാട്ട് ഡു യു ഒബ്സർവ്? നിങ്ങൾ എന്തായിരിക്കും ഒബ്സർവ് ചെയ്യുന്നത്? ഈ ഇൻസെൻസ് സ്റ്റിക്ക് എന്ത് ചെയ്യും? ഇൻസെൻസ് സ്റ്റിക്ക് ഗ്ലോ ചെയ്യും വിത്ത് ഷൈനിങ് ഫ്ലെയിം. നല്ല തിളക്കത്തോടുകൂടി നല്ല അല്ലേ? അത് ഗ്ലോ ചെയ്യും. അപ്പൊ എന്താണ് അവിടെ എഴുതേണ്ടത്? ഇൻസെൻസ് സ്റ്റിക്ക് ഗ്ലോ വിത്ത് ഷൈനിങ് ഫ്ലെയിം. നല്ല ഷൈനിങ് ഫ്ലെയിമോടുകൂടി അത് എന്ത് ചെയ്യും? ഗ്ലോ ചെയ്യും. ബി ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഗേഷ്യസ് പ്രോഡക്റ്റ് ഫോംഡ്? ഇവിടെ ഏത് ഗ്യാസ് ആണ് ഫോം ചെയ്യുന്നത്? വിച്ച് ഈസ് ദ ഗേഷ്യസ് പ്രോഡക്റ്റ് ഈസ് ഫോംഡ്? ഏതാണ്? ഓക്സിജൻ. ഏത് ഗ്യാസ് ആണ് ഫോം ചെയ്യുന്നത്? ഓക്സിജൻ. സി ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഈസ് ദിസ്? ഇത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ്? തെർമോ കെമിക്കൽ റിയാക്ഷൻ. അതായത് എൻഡോതെർമിക് ആണ് അല്ലേ? തെർമോ കെമിക്കൽ റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. തെർമോ കെമിക്കൽ റിയാക്ഷൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ, എ വൈറ്റ് ക്ലോത്ത് ഡിപ്ഡ് ഇൻ സിൽവർ നൈട്രേറ്റ് ഡാർക്കൻസ് വെൻ ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ സൺലൈറ്റ്. എന്താണ്? ഒരു വൈറ്റ് ക്ലോത്ത്, ഒരു വെള്ള തുണി എടുത്തിട്ട് സിൽവർ നൈട്രേറ്റിൽ മുക്കി നമ്മളെവിടെ വെച്ചു? സൺലൈറ്റിൽ വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അത് ഡാർക്കൻ ചെയ്തു, അതായത് കറുത്തുപോയി. ആ വെള്ളത്തുണി കറുത്തുപോയി. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കൂ, വിച്ച് ഫോം ഓഫ് എനർജി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് കെമിക്കൽ ചേഞ്ച്? ഈ കെമിക്കൽ ചേഞ്ചിന് കാരണമായ ഫോം ഓഫ് എനർജി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ലൈറ്റ്. ഏതാണ്? ലൈറ്റ്. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ജനറൽ നെയിം ഫോർ ദിസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ? ഈ ടൈപ്പ് ഓഫ് റിയാക്ഷന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. എന്താണ്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സോഡിയം മെറ്റൽ റിയാക്ട് വിത്ത് വാട്ടർ ടു ഗീവ് ന്യൂ സബ്സ്റ്റൻസ്. സോഡിയം മെറ്റൽ എന്താണ്? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുകയാണ്. സോഡിയം മെറ്റൽ റിയാക്ട് വിത്ത് വാട്ടർ ടു ഗീവ് ന്യൂ സബ്സ്റ്റൻസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, വിച്ച് ആർ ദ റിയാക്റ്റൻറ്റ് ഇൻ ദിസ് റിയാക്ഷൻ? ഈ റിയാക്ഷനിലെ റിയാക്റ്റൻറ്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിയാക്റ്റൻറ്റ് ആരൊക്കെയാണ്? സോഡിയവും വാട്ടറും അല്ലേ? സോഡിയവും വാട്ടറും തമ്മിൽ റിയാക്ട് ചെയ്തപ്പോഴാണ് ആരുണ്ടായത്? പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടായെന്ന് പറഞ്ഞത്. അപ്പോൾ സോഡിയവും വാട്ടറും കൂടെ കൂടി റിയാക്ട് ചെയ്തപ്പോൾ വിച്ച് ആർ ദ പ്രോഡക്ട്സ് ബി ഫോംഡ്? ബി ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദ പ്രോഡക്റ്റ് ഫോംഡ്? അവിടെ ഉണ്ടായ പ്രോഡക്റ്റ് ഏതാണ്? സോഡിയം വാട്ടറും കൂടെ കൂടി റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഏത് പ്രോഡക്റ്റ് ഉണ്ടായി? സോഡിയം ഹൈഡ്രോക്സൈഡ്.
സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ലെറ്റസസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.